ഞങ്ങളുടെ ട്രോഫികൾ കാണണം. അക്കോമഡേഷൻകാർ പറഞ്ഞ ഉഗ്രം താമസമാണ്. ആണോ? മുമ്പ് നമ്മള് ബെഞ്ചിമേലെ കിടന്നുറങ്ങാം. അതെ, ഉഗ്രം താമസം, നല്ല മുറികൾ, നല്ല പ്രസാദ് അങ്ങനെ സർക്കാരിനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോകുന്നു. സാധാരണ ടി വി പ്രസാദിനെ പ്രേക്ഷകർ കാണുന്ന സമയത്ത് 90% ടി വി പ്രസാദിന്റെ വാർത്തകളും യഥാർത്ഥത്തിൽ ഒരു 95 അങ്ങനെയാണ്. അങ്ങനെ ആയിരിക്കണം ഒരു മാധ്യമ പ്രവർത്തകൻ, അതല്ലാതെ സർക്കാരിന്റെ പി ആർ പണി മാത്രം ചെയ്താൽ. ഇപ്പൊ നമ്മൾ ഇവിടെ കണ്ടില്ല. സത്യസന്ധമായി തന്നെ പറയണം, ഏറ്റവും മികച്ചായിട്ട് ആ സംഘാടനത്തിലുള്ള വൈദഗ്ധ്യമുണ്ട്. എനിക്കൊന്ന് തിരുവനന്തപുരത്തിന് അതിനൊരു പ്രത്യേക കഴിവുണ്ട്. ഒരുപാട് പരിപാടികൾ സംഘടിപ്പിച്ച് കഴിവുണ്ട്. ഇപ്പൊ ഫിലിം ഫെസ്റ്റിവലൊക്കെ ഈസി ആയിട്ട് ചെയ്യും. എക്സ്പീരിയൻസ് ആണല്ലോ. മിസ്റ്റേക്കുകൾ തിരുത്തി പോവാന്ന് പറയുന്ന എക്സ്പീരിയൻസ് ആണ്. അതെ, അപ്പൊ നമ്മൾ ബസ് റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കിഴക്കേക്കോട്ടയിലാണ്. നേരെ ഈ പുത്തിരിക്കണ്ടത്തിന്റെ നേരെ ഓപ്പോസിറ്റ് പ്രേക്ഷകർ കാണുന്നത് നമ്മുടെ പഴവങ്ങാടിയാണ്. പഴവങ്ങാടിയെ തൊഴുതാണ് നമ്മുടെയൊക്കെ ഒരു ദിനം ഇവിടെ ആരംഭിക്കാറ് തിരുവനന്തപുരത്തുകാർക്ക്. പഴവങ്ങാടി ഇപ്പോൾ ഒരു നാളികേരമൊക്കെ ഉടച്ച് അങ്ങോട്ട് തുടങ്ങും അല്ലേ? പഴവങ്ങാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു പാട്ട് പാടാൻ തോന്നുന്നുണ്ടോ? പഴവങ്ങാടി. ഗണപതി ഭഗവാനേ, ഗണപതി ഭഗവാനേ നമാമി, ഗണപതി ഭഗവാനേ നമാമി, ഗണപതി ഭഗവാനേ, ഗണപതി ഭഗവാനേ. അപ്പൊ അത് പഴവങ്ങാടിക്ക് നമ്മൾ കൊടുത്തു അല്ലേ? നാളികേരം ഉടയ്ക്കുന്നതിന് പകരം പന്തളം ബാലന്റെ മനോഹരമായ ശബ്ദത്തിൽ നമ്മൾ പഴവങ്ങാടി ഗണപതിക്ക് ഒരു പാട്ട് അല്ലേ? തീർച്ചയായിട്ടും. ഇത് മുമ്പ് ഒരിക്കലും അടിപൊളിയായിട്ട് പാടണം. ഈ പാട്ട് പാടുന്നത് അടിപൊളിയായിട്ട് ഇത് കണ്ടോട്ടെ, അടിപൊളിയായിട്ട് പാടണം. ആ പാടിയപ്പോ ഇതെങ്ങനെയായി പോയി, അടിപൊളി ഭഗവാനേ. ചിരിച്ചാണ് കേട്ടോ. അത് കൊള്ളാം അല്ലേ? അടിപൊളിയായിട്ട് പാടെന്ന് പറയുമ്പോൾ വാക്ക് മാറിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ കൊള്ളാം. ഇതാണ് ഞങ്ങളുടെ വണ്ടി. അപ്പോൾ നമ്മളെല്ലാ റിപ്പോർട്ടറിൻ്റെ എല്ലാ വേദികളിലും നമ്മളെത്തും. യുവജനോത്സവത്തിൻ്റെ എല്ലാ വേദികളിലും ഈ വാഹനം എത്തും. അപ്പോൾ കലോത്സവത്തിന് വേണ്ടി പ്രത്യേകം റിപ്പോർട്ടർ തയ്യാറാക്കിയ വാഹനത്തിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്.